എങ്കിൽ 18 വയസ്സ് പൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ അതായത് 16-ാം വയസ്സിൽ വിവാഹം കഴിപ്പിച്ച് വിടുകയായിരുന്നു. അതിന് നേതൃത്വം നൽകിയത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഒപ്പം തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയുള്ള മൊണാലിസയ്ക്ക് 16 വയസ്സ് പ്രായം മാത്രമാണുള്ളതെന്ന് അമ്മയുടെ വെളിപ്പെടുത്തൽ. जन्म തീയതി कितना है? मेरी लड़की का 16 साल का ये 1 2 3 4 5 16 16 അപ്പൊ 16 വയസ്സെന്നാണ് അവരുടെ അമ്മ പറയുന്നത്. ലവ് യു ബോച്ചേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ കുംഭമേള വൈറൽ താരം മൊണാലിസയുടെ കല്യാണത്തിനോടനുബന്ധിച്ച് ഷീസ് എ പോസ്കോ എന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ജനം TV. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ മന്ത്രി ശിവേട്ടൻ മുതൽ തന്ത്രി വരെ രജനികാന്തിന്റെ പടത്തിലെ പാട്ട് പോലെ ആയിരിക്കും. 5 മിനിറ്റ് നോക്കിയതിനടക്കം പോസ്കോ കേസ് കൊടുക്കുന്ന കാലാണ് കേസ്. അതൊന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ വരുന്ന കുറച്ച് വിവരങ്ങൾ അടിസ്ഥാനത്തിലൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് കേരള സ്റ്റോറി 3 അവരെ അടിച്ചിറക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ മതത്തിനെ പറ്റി. ഒരു തരത്തിലും മനുഷ്യന്മാരെ ജീവിക്കാൻ സമ്മതിക്കരുത് കേട്ടോ. ലവ് യു ബോച്ചേ, വിവാഹം കഴിച്ച് നിങ്ങൾക്കൊക്കെ എന്തത്ര പ്രശ്നം? പക്ഷെ പോസ്കോ ആണെങ്കിൽ പണി കിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ മൊണാലിസയെ സംബന്ധിച്ചിട്ട് ഷീസ് നോട്ട് മച്ച് എഡ്യൂക്കേറ്റഡ്, എഡ്യൂക്കേഷനേ ഇല്ല. ആ കുട്ടിക്ക് ആകെ അറിയാവുന്നത് ഹിന്ദി മാത്രമാണ്. അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു നേരം പോലെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയുള്ള ഒരു കുട്ടിയാണത്. വീട്ടിൽ സമ്മതിക്കാത്തതുകൊണ്ട് കല്യാണം നടത്തി എന്ന് പറയുന്നു. പിന്നെ 6 മാസത്തെ റിലേഷൻ അത്ര. ഇങ്ങനെ ഒരാൾക്ക് 6 മാസം കൊണ്ടൊക്കെ ഒരാളെ മനസ്സിലാക്കി റെഡിയാക്കാൻ പറ്റുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ വിഷയം അതല്ല. ആ കുട്ടി ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞത് അത് നമുക്കൊന്ന് ആദ്യം കേൾക്കാം. Happy? How do you feel now after the marriage? Hindi आपको कैसा फील, कैसा लग रहा है? शादी हो गया, अच्छा लग रहा है. क्या बोल रहा है? अच्छा ഓൺലി ഹിന്ദി, വേറെ ഒന്നും അറിയില്ല. അപ്പൊ ആകെ അറിയാവുന്ന കുട്ടിയുടെ വർക്ക് എന്താ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ അതിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് വളർന്നു വന്ന സാഹചര്യം അങ്ങനെയാണ്. അവൾ അണ്ടർ 18 ആണെന്ന് പറഞ്ഞിട്ടാണ് മൊണാലിസയുടെ അമ്മ ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പൊ അമ്മയുടെ വാക്കിനേക്കാൾ വലുതാണോ ഒരു ആധാറും കാര്യങ്ങളൊക്കെ? സംഭവം നടത്തി കൊടുത്തിറക്കുന്ന മന്ത്രിമാരും അങ്ങനത്തെയുള്ള കുറച്ച് ആൾക്കാർ ആയോണ്ട് തന്നെ അതെങ്ങനെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നടത്താൻ പറ്റും കല്യാണം. പിടിപാട് വെച്ചിട്ട് തന്നെയാണ് ഒരുപാട് ആൾക്കാർ ഇന്നത്തെ കാലത്ത് ചെയ്യുന്നത്. അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് കൊള്ളാന്നേ പറയാൻ പറ്റുള്ളൂ. ഇനി അഥവാ അതിലെന്തെങ്കിലും പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാരും അകത്ത് പോകും. നേരത്തെ പറഞ്ഞ പോലെ മന്ത്രി തന്ത്രി മുതൽ എല്ലാരും ആവും. ആദ്യം നമുക്ക് മൊണാലിസയുടെ അമ്മ പറയുന്ന കാര്യം അത് കേൾക്കാം. മൊണാലിസയ്ക്ക് 16 വയസ്സ് പ്രായം മാത്രമാണുള്ളതെന്ന് അമ്മയുടെ വിവാഹത്തിന് തങ്ങൾ അനുമതി നൽകിയില്ലെന്നും അമ്മ മകൾ ഫേമസ് ആയ ശേഷം തങ്ങളെ കാണാറില്ലെന്നും പറഞ്ഞു. പെൺകുട്ടിയെ സമ്മർദ്ദത്തിലാക്കിയാണ് വിവാഹം കഴിച്ചതെന്നും അമ്മ പ്രതികരിച്ചു. വാക്കുകളിലേക്ക് ആദ്യം. देखो मेरी बात समझो, मेरा आदमी एक ही लाए, दोनों माए बेटे गए थे. आप केरला से बात कर रहे हो ना सर? मेरे पाँव पड़ू. मेरे आदमी को वो लोगों ने कब्जे में ले लिया, उसको थाने में बिठा दिया. मेरी लड़की को कुछ खिला पिला दिया तो मेरी लड़की से कुछ बोले भी नहीं, कुछ घर की बात भी नहीं, और मेरी लड़की से शादी जबरदस्ती कर ली. सर तेरे पाँव पड़ू. मेरा आदमी अभी देखो केरला में बैठा है, एयरपोर्ट में बैठा है सर. एयरपोर्ट में ठीक है. माता जी ये बताइए, इनका जो डेट ऑफ बर्थ कितना है ये मोना का? कैसे बोलो? जन्म तीयदी कितना है? मेरा जन्म देखो, मेरी लड़की का जन्म 16 साल का ही है. तो मेरे पति हेलो, मेरी लड़की का 16 साल का ही है. फेमस हुई थी, 16 साल की है. 1 2 3 4 5 16 16 അപ്പൊ 16 വയസ്സെന്നാണ് അവരുടെ അമ്മ പറയുന്നത്. 2025 ഈ കുട്ടി കേരളത്തിൽ എത്തുന്നതും അന്ന് ആ സമയത്ത് ഫേമസ് ആവണം. അന്നാണ് ഈ കുട്ടിക്ക് 16 ഇയേഴ്സ് ഓൾഡ്. അപ്പൊ ഇന്ന് വെച്ച് കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ 17 വയസ്സും 2 മാസവും ആയിരിക്കും ഇന്ന് മൊണാലിസയുടെ പ്രായം. 1/1/2008 എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷെ ആക്ച്വലി 2009 ആണ്. ഒന്നാമത് ഈ കുട്ടിയുടെ കല്യാണം നടക്കുമ്പോ ബാക്കി എല്ലാ മീഡിയാസും ഉണ്ടായിരുന്നു. ജനം TV അപ്പൊ എവിടെയായിരുന്നു? എന്തെങ്കിലും കാര്യം കിട്ടുമ്പോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക തന്നെയാണ് ഉദ്ദേശമെങ്കിൽ വേറെ ആർക്കും ഇല്ലാത്തൊരു കടിയാണ് ജനം TVക്ക്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി അഥവാ അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ തൂങ്ങും എല്ലാവരും. കേരളത്തിന് ഇതിന്റെ അപ്പുറം വേറെ ഒരു മാനക്കെട് ഉണ്ടാവില്ല. കേരള സ്റ്റോറി 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനടക്കം അടിച്ചിറക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട് നല്ല രീതിക്ക് കേരളത്തിനെ പറ്റിയിട്ട്. അതടക്കം മായിന് കിട്ടും. അമ്മയുടെ ബാക്കി കാര്യങ്ങൾ കേൾക്കുന്നതിന്റെ മുമ്പേ നമുക്ക് മീഡിയാസ് അവരോട് സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാം. എന്നിട്ട് നമ്മുടെ ബാക്കി കാര്യങ്ങൾ കേൾക്കാം.
और कुछ बताना चाहते हैं क्या? नहीं, ये है कि जो भी आपको फेक न्यूज आ रही है वो बिल्कुल गलत है। हाँ। ये 18 प्लस इनकी एज है। अगर 18 प्लस नहीं होती तो रजिस्ट्रार मैरिज कैसे होगी आपको? अच्छा भाई, हम भी क्लैरिफाई करना चाहती थी। हाँ, तो वो बिल्कुल गलत है जो आप न्यूज देख रहे हैं। അവര് പറയുന്ന 18 ആയി, പിന്നെ എന്തിനാ ആൾക്കാർക്ക് പ്രശ്നം? അങ്ങനത്തെ രീതിയിലൊക്കെയാണ് പറയുന്നത്. എല്ലാ ന്യൂസ് ചാനൽസും അവിടെ ഉണ്ട്, മാതൃഭൂമി, മനോരമ, അത് ഇത്. പക്ഷെ ഒരു ജനം ടി വി എക്സ്ക്ലൂസീവ് പിടിക്കാനൊന്നും വന്നിട്ടില്ല. നേരെ പിടിച്ച അമ്മേനെ വിളിച്ചു, വാട്ട് ഈസ് യുവർ ഏജ് എന്ന് ചോദിച്ചിട്ട് അമ്മ കൃത്യമായിട്ട്, എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ വേണമെങ്കിൽ പാനിക് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. 16 വയസ്സെന്നാണ് പറയുന്നത്. പക്ഷെ സ്വന്തം മകളുടെ വയസ്സ് അറിയാതിരിക്കാൻ മാത്രം അമ്മമാരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതും ഒരു പോസിബിലിറ്റി ആണ്. പിന്നെ രണ്ടാമത്തെ വീഡിയോ വീട്ടിലൊക്കെ ആരതിയും മറ്റേ എന്തിനു പറയുക, ആ വിളക്കൊക്കെ പിടിച്ചിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ. CPM-മാരുടെ ആരോ ആണ്. താലം പിടിച്ച അമ്മായിയും കുടുങ്ങൂട്ടോ, പറഞ്ഞിട്ട് കാര്യമില്ല അമ്മായി. യെസ്, വീരുകളുമായി ശാലിനി തുടരുന്നുണ്ട്. ശാലിനി, ഇന്നലെ കണ്ടതാണ് CPM നേതാക്കളടക്കം നടത്തി കൊടുത്തൊരു വിവാഹം. 18 വയസ്സുണ്ടെന്ന് പറയുന്നു, പക്ഷേ 16 വയസ്സ് മാത്രമാണുള്ളതെന്നാണ് മൊണാലിസയുടെ അമ്മ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മകളെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതാണെന്നടക്കം ആ ഒരു വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ട്. മകൾ ഫേമസ് ആയ ശേഷം തങ്ങളെ കാണാറില്ലെന്നും അതോടൊപ്പം തന്നെ പെൺകുട്ടിയെ സമ്മർദ്ദത്തിലാക്കിയാണ് വിവാഹം കഴിച്ചതെന്നുമാണ് ആ അമ്മ പ്രതികരിച്ചത്. വിവരങ്ങൾ ശാലിനി. അമല, ഇന്നലെ വൈകിട്ട് 5:00 കൂടിയാണ് തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രത്തിൽ വെച്ച് CPM-ന്റെ മുതിർന്ന നേതാക്കന്മാരുടെയും ഒപ്പം തന്നെ മന്ത്രി വി ശിവൻകുട്ടിയുടെയും അറിവോടെയും അനുവാദത്തോടെയും നേതൃത്വം നൽകിക്കൊണ്ടുള്ള ഒരു കല്യാണം നടന്നത്. മൊണാലിസ കുംഭമേളയിൽ ഫേമസ് ആയതിന് ശേഷം ചില ചിത്രങ്ങളിലൊക്കെ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ തിരുവനന്തപുരം പൂവാറിൽ നടക്കുന്ന മൊണാലിസയുടെ ഒരു സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണ് ഇവർ കേരളത്തിലെത്തിയത്. ഇതിനൊപ്പമാണ് ഇവരുടെ വിവാഹം നടത്തുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു റിയൽ കേരള സ്റ്റോറി എന്നുള്ള പേരിൽ CPM-ന്റെ നേതാക്കന്മാർ ഇത് വലിയ രീതിയിൽ ആഘോഷമാക്കുകയാണ് സൈബർ ഇടങ്ങളിലും മാധ്യമങ്ങളിലും. പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ മൊണാലിസയുടെ അമ്മ പ്രതികരിച്ചിട്ടുള്ളത്. VHPയുടെ കേരളത്തിൻ്റെ ആഗോള സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇത്തരത്തിൽ ഒരു ഫോൺ സംഭാഷണം ഇവരുമായി നടത്തിയത്. ആ ഫോൺ സംഭാഷണത്തിലാണ് മകൾക്ക് 16 വയസ്സ് മാത്രമാണ് ഉള്ളത് എന്നുള്ള കാര്യം ആ അമ്മ വെളിപ്പെടുത്തുന്നത്. 2009 ജനുവരിയിലാണ് ഇവർ ജനിച്ചത് എന്നുള്ളതാണ്. അതായത് ജനുവരി മാസം 21-ാം തീയതിയാണ് മൊണാലിസ ജനിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ 18 വയസ്സ് പൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ, അതായത് 16-ാം വയസ്സിൽ വിവാഹം കഴിപ്പിച്ച് വിടുകയായിരുന്നു. അതിന് നേതൃത്വം 2009 ജനുവരി മാസം എന്നാണ് പറയുന്നത്. മൊണാലിസ ഫേമസ് ആയ സമയത്തുള്ള കുറച്ച് ന്യൂസ് ചാനൽസിലടക്കം വന്നിട്ട് 2009 ഡേറ്റ് ഓഫ് ബർത്ത് അടക്കം എഴുതി കാണിച്ചത് അതിന്റെ വയസ്സും കാര്യങ്ങളൊക്കെ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ ഇപ്പൊ എങ്ങനെ 2008 ആയി എന്നുള്ള കാര്യം പിടികിട്ടുന്നില്ല. സത്യമാവാം, ശരിയാവും. ഇന്നത്തെ കാലത്ത് ആധാർ മാറ്റി എഴുതാനും അങ്ങനെയുള്ള ഡോക്യുമെന്റ്സിൽ ഇയർ ഓഫ് ബർത്ത് മാറ്റാനും അധികം പണിയൊന്നും ഇല്ല. അത് നേരെ മറിച്ച് ചെക്ക് ചെയ്യുകയാണെങ്കിൽ, അത് ഹാൻഡിൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥന് അതിൽ ഡൗട്ട് തോന്നി ചെക്ക് ചെയ്യുകയാണെങ്കിൽ, കമ്പ്യൂട്ടറിലൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ പെടുള്ളൂ. പിന്നെ അറിയാലോ, പിടിപാടുള്ള ആൾക്കാരാണ് കല്യാണം നടത്തി കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പോവില്ല. ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട് എന്നുള്ള ലെവലിൽ തന്നെ ആയിരിക്കും ഉദ്യോഗസ്ഥന്മാര് നേരെ കുട്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക. ഇനിയിപ്പോ എന്താ അതിൽ ഉണ്ടാവാൻ പോകുന്ന വെച്ചാൽ, ഇനി അഥവാ ഈ കുട്ടിക്ക് അണ്ടർ 18 ആണെന്ന് വിചാരിക്കുക, കേരള സ്റ്റോറി 3 ഇവിടെ നടക്കും. മറ്റോമാര് എന്തേലും കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേരളത്തിലിട്ട് പണിയാൻ വേണ്ടിട്ട്. കാരണം അങ്ങനത്തെ രീതിയിലുള്ള പണിയാണ് നമ്മൾ അങ്ങോട്ട് കൊടുത്തത്. ഇവിടെ അങ്ങനെയൊന്നും നടക്കുന്നില്ല. നേരെ ഇനി മറ്റോമാര് അടിച്ചിറക്കാൻ പോണ എന്താ വെച്ചാൽ, CPM-ന്റെ ആൾക്കാർ വന്ന് കല്യാണം നടത്തി കൊടുത്തു, അതും ചെറിയ കുട്ടിയെ പോസ്കോ കേസിൽ. ആ രീതിയിലുള്ള ഡയലോഗാവും പിന്നെ അടിച്ചിറക്കാൻ പോകുന്നത്. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ തന്നെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങി, ദ റിയൽ കേരള സ്റ്റോറി 3 എന്നും പറഞ്ഞിട്ട്. ബാക്കി കാര്യങ്ങൾ കേട്ടതിന് ശേഷം നമുക്ക് ആ പോസ്റ്ററും കാര്യങ്ങളൊക്കെ പരിശോധിക്കാം. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഒപ്പം തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയും MPയും കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. എന്തായാലും ആ മാതാവ് പറയുന്നത് ഇത്തരത്തിലാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട മകൾ പോയതാണ്. പിതാവിനൊപ്പമാണ് മകൾ പോയത്. പിതാവ് കേരളത്തിലെ ഒരു വിമാനത്താവളത്തിന് സമീപത്തുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ കൊച്ചിയിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ പെൺകുട്ടിയുടെ, മൊണാലിസയുടെ പിതാവ് പോലീസിന്റെ
കസ്റ്റഡിയിലാണ് അല്ലെങ്കിൽ പോലീസിന്റെ കൈകളിലാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ ബന്ധപ്പെടാൻ നമ്മൾ പലതവണ ശ്രമിച്ചിരുന്നു. പക്ഷേ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യും, കോൾ കട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അമ്മ പറയുന്നത് പ്രകാരം ഈ പെൺകുട്ടി പിതാവിനൊപ്പം കേരളത്തിലേക്ക് വന്നതാണ് സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട്. സിനിമാ ചിത്രീകരണത്തിനൊക്കെ ഇറങ്ങിയതിന് ശേഷം, ഫേമസ് ആയതിനു ശേഷം തങ്ങളുമായി വലിയ ബന്ധമൊന്നും ഈ മകൾക്ക് ഇല്ല എന്നുള്ളതാണ്. ഇവരെ ആരോ സമ്മർദ്ദത്തിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മാതാവ് പറയുകയും ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേരളത്തിലെ ഒരു സ്ഥലത്ത് നിന്ന്, അതായത് കൊച്ചിയിൽ നിന്നാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സമ്മർദ്ദം ചെലുത്തിയും ഭക്ഷണം വാങ്ങി നൽകിയും എത്തിച്ചതിന് ശേഷം മൊണാലിസയുടെ വിവാഹം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് അമ്മ പറയുന്നത്. മകളെ തങ്ങൾക്ക് തിരിച്ചു വേണം, മകളെ തിരിച്ചു കിട്ടിയില്ല, മകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ താനും ആത്മഹത്യ ചെയ്യും എന്നുള്ളതാണ് ആ ഫോൺ സംഭാഷണത്തിൽ അമ്മ പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് CPM-ന്റെ മുതിർന്ന നേതാക്കന്മാർ, സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് ഒരു പോക്സോ വകുപ്പ് പ്രകാരമുള്ളൊരു കേസിന് ആണ് ഇപ്പോൾ ഇവരുടെ പറച്ചില് കേട്ടാത്തോന്നു എന്തോ വലിയ രാജദ്രോഹം ചെയ്ത പോലെയാണ് ചെയ്ത പോലെയെന്ന്. കേസ് തെളിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇനി അഥവാ അണ്ടർ 18 ആണെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളെയാണ് പറയുന്നത്. പക്ഷെ അതിനെ ഇങ്ങനെയൊന്നും വളച്ചു പിടിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല. പോസിബിലിറ്റീസ് ആണല്ലോ ഇത്. ആവാതിരിക്കാം. ഇവർ നേതൃത്വം നൽകിയിട്ടുള്ളത് 16 വയസ്സെന്ന് പറയുമ്പോൾ ശൈശവ വിവാഹമാണ്. കേരളത്തിൽ അത് അനുവദനീയവുമല്ല. അതിനിടയിലാണ് ഇത്തരത്തിൽ കൊട്ടി ആഘോഷിച്ച് ക്ഷേത്രത്തിൽ വെച്ച് ആചാരങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വിവാഹം നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ ക്ഷേത്രത്തിന്റെ ജീവനക്കാർ, ഈ വിവാഹത്തിന് നേതൃത്വം നൽകിയ ക്ഷേത്രത്തിലെ മുതിർന്ന ആളുകൾ, ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, സംസ്ഥാന അധ്യക്ഷൻ അതായത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കൂടാതെ തന്നെ MP കൂടിയായിട്ടുള്ള CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർക്കെതിരെ VHP ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതായത് വിവാഹത്തിനെ സംബന്ധിച്ച് പല കോണുകളിൽ നിന്നും ഹൈന്ദവ സംഘടനകളുടെ കാര്യകർത്താവ് എന്ന രീതിയിൽ തനിക്ക് അന്വേഷണങ്ങളും പരാതികളും ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ സംസ്ഥാന പോലീസ് മേധാവിക്ക് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള അനിൽ വിളയിൽ, അഡ്വക്കേറ്റ് കൂടിയാണ് അദ്ദേഹം, നൽകിയിട്ടുള്ള പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഈ കേസിൽ കുറ്റകൃത്യം ചെയ്യാൻ പ്രതികൾ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. അവർക്കെതിരെ കൃത്യമായ നടപടികൾ വേണം എന്നുള്ളതും ഈ കേസിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരവും പോക്സോ വകുപ്പ് പ്രകാരവുമുള്ള വകുപ്പുകൾ ചുമത്തി FIR രജിസ്റ്റർ ചെയ്ത് കൃത്യമായ അന്വേഷണം നടത്തി കുട്ടിയുടെ സ്കൂൾ അഡ്മിഷൻ രജിസ്റ്റർ അടക്കം കണ്ടെത്തി 18 വയസ്സ്. മതി. ഇപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി ഉണ്ടാവുമല്ലോ. അവന്മാർക്ക് കിട്ടിയൊരു അവസരമാണ്, ഇട്ട് പൊളിക്കും. കുറച്ച് പോസ്റ്റേഴ്സ് നമുക്കൊന്ന് വായിക്കാം. മുകളിലത്തെ കേരള സ്റ്റോറി എന്ന് കൊടുത്തിട്ട് എവരി മാസ്റ്റർ പീസ് ഹാസ് ഇസ് ചീപ്പ് കോപ്പി, മതം മാറ്റുമോ, അതിന് വേണ്ടിയിട്ട് കേരളം ചുക്കാൻ പിടിച്ചു, അതിന് വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ള ലെവലിലാണ് ഇപ്പൊ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവനവന്റെ കാര്യം നോക്കി നിന്നാ പോരെ, കണ്ടവനൊക്കെ പിടിച്ച് കെട്ടിക്കാൻ നിൽക്കണമെന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത്. CPM-ന്റെ അടുത്ത് അവർക്ക് കെട്ടണമെങ്കിൽ അവര് കെട്ടിക്കോളും. ഇതൊക്കെ ഇല്ലാത്തവരെ വള്ളിയും പിടിച്ച് തലയിലും വെച്ച് ഇതേപോലെ കോൺട്രവേഴ്സി ആക്കേണ്ട ഒരാവശ്യമില്ല. പിന്നെ ഇപ്പോ ഇവിടെ സേഫാണ്, കേരളത്തിലാണ്. നാളെ ഇവരുടെ നാട്ടിൽ പോയിട്ട് ആ പെൺകുട്ടിയെ മതം മാറ്റി അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡ് മതം മാറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി എന്ന് വെച്ചോ, കേരളത്തിന്റെ തലയിലിരിക്കും അത്. കാരണം വിവാഹം നടത്തി കൊടുത്തത് ആരാ? കേരള ഗവൺമെന്റ്, അല്ലാതെ കേരള ഗവൺമെന്റ് ആണ് നടത്തി കൊടുത്തിരിക്കുന്നത്. കേരള ഗവൺമെന്റ് നടത്തി കൊടുത്ത കല്യാണം ഇനി നാളെ ഇനി അവരവരുടെ നാട്ടിൽ പോയിട്ട് മതം മാറിയിട്ട് അതിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദ റിയൽ കേരള സ്റ്റോറി 3 എന്ന് പറഞ്ഞിട്ട് പടച്ചറക്കും. അന്വേഷണം പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഫേക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല മീൻസ് അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ യാതൊരുവിധ കുഴപ്പവും വരില്ല. കാരണം അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്യാണത്തിന് വേണ്ടിയിട്ട് അച്ഛന്റെ സ്ഥാനത്തും അമ്മയുടെ സ്ഥാനത്തൊക്കെ നിന്നിരിക്കുന്നത് കേരള ഗവൺമെന്റ് ആണ്. അപ്പൊ അങ്ങനെ ചോദ്യം കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. ഇനി നാളെ ഒരു കേസ് വന്നിട്ട് നാളെ ഇതിന്റെ പിറകെ ഇവന്മാര് പോവും. ചിലപ്പോ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവന്മാര് പോയിട്ട് അതിൽ എന്തെങ്കിലും ഇതുണ്ട് എന്ന് കണ്ടുപിടിച്ച തൂങ്ങും. നല്ല രീതിയിലുള്ള പണി കിട്ടും, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ. പിന്നെ ഇവരിപ്പോ ഈ കപ്പിൾസ് അവരുടെ രാജ്യത്ത് പോയിട്ട് മതം മാറി അങ്ങനത്തെ എന്തെങ്കിലും പണിയായി കഴിഞ്ഞാൽ അതും കേരളത്തിന്റെ തലയിലിരിക്കും. അപ്പൊ എന്തൊക്കെ ആയാലും ഒരു കേരള സ്റ്റോറി 3ക്ക് ചാൻസ് ഉണ്ടാവാതിരിക്കട്ടെ. അപ്പൊ ഇതിനെ പറ്റിയുള്ള അടുത്ത വിവരങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും വീഡിയോ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നണ വെച്ച് കഴിഞ്ഞാൽ ഈ കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.